ഹായ്, എല്ലാവർക്കും പുതിയ യൂട്യൂബിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മുടെ ദളപതി വിജയ് നായകനാവുന്ന ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ഗോഡ് ഇന്ന് റിലീസായി. വെളുപ്പിന് 4 മണിക്ക് നമ്മുടെ കേരളത്തിൽ ഫാൻ ഷോ ആയിരുന്നു. നമ്മുടെ വിജയ് പാർട്ടി പ്രഖ്യാപനം നടത്തിയതിന് ശേഷം വരുന്ന ആദ്യത്തെ പടവും പുള്ളി എന്തോ ബ്രേക്ക് എടുക്കാൻ പോകണേണ്. അതിന് മുമ്പത്തുള്ള സെക്കൻഡ് പടമാണ്. അപ്പോൾ ഈ പടം റിലീസല്ല, ഈ പടം ത്തിൻ്റെ അനൗൺസ്മെന്റ് വന്നപ്പോൾ തൊട്ട് എല്ലാവരും ഭയങ്കര എക്സ്പെക്ടേഷൻ ആയിരുന്നു. മറ്റേ ജെമിനി മാൻ അങ്ങനെ കുറേ പടത്തിനായിട്ട് റിലേറ്റ് ചെയ്ത് മറ്റേ കുറേ VFX മറ്റേ ടെക്നോളജി ഒക്കെ യൂസ് ചെയ്താണ് ഈ പടം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വെങ്കട് പ്രഭു ആയിട്ട് വിജയ് ആദ്യമായിട്ട് കൈകോർക്കുന്നു. അങ്ങനെ ഒരുപാട് എക്സ്പെക്ടേഷൻ ഈ പടത്തിനുണ്ടായിരുന്നു. അങ്ങനെ എക്സ്പെക്ടേഷൻസിന് ഒടുവിൽ ട്രെയിലർ ഇറങ്ങി. ട്രെയിലറിന് വലിയ റീച്ച് ഉണ്ടായിരുന്നില്ല മീൻസ് ആൾക്കാർക്ക് അത്ര അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. അത്ര നല്ലൊരു ട്രെയിലർ ആയിരുന്നില്ല. പിന്നീട് ഇതിൻ്റെ മ്യൂസിക് ഇറങ്ങി, പാട്ടുകൾ, അതും വേണ്ട രീതിയിൽ റീച്ച് ആയില്ല. പിന്നെ ഇതിന് ഓഡിയോ ലോഞ്ച് ഉണ്ടായിരുന്നില്ല. സംവിധായകനും അതായത് വെങ്കട് പ്രഭുവും പുള്ളിയുടെ അനിയൻ ഈ പടത്തിൽ അഭിനയിക്കുന്ന പ്രേംജി മാത്രമാണ് ഈ പടത്തിനെ പറ്റി ഒന്ന് സംസാരിക്കുന്നുണ്ടത്. അവരൊക്കെ 400 കോടി ബഡ്ജറ്റ് ഉണ്ട്, ഈ പടം എന്തായാലും 1500 കോടിയോടും. അങ്ങനെ എൻ്റെ ഭാഷയിൽ പറഞ്ഞ നല്ല തള്ളലുകളായിരുന്നു പടം ഇറങ്ങുന്നതിന് മുമ്പൊക്കെ. അങ്ങനെ എല്ലാത്തിനും ഒടുവിൽ പടം ഇറങ്ങി, പടം പോയി കണ്ടു. ഒറ്റവാക്കി പറയുകയാണെങ്കിൽ വെങ്കട് പ്രഭു ചതിച്ചു. ഈ പറയുന്ന തള്ളലുകൾക്കോ ഒന്നും അനുസരിച്ച് പടമില്ല. ഒരു ആവറേജ് പടം, പഴയ ടെംപ്ലേറ്റ്, പഴയ തമിഴ് സിനിമയിലേക്ക് വരുന്ന സെയിം ടെംപ്ലേറ്റിലുള്ളൊരു ഫിലിം. ആകെ വിജയുടെ റോള് നന്നായിട്ട് ചെയ്തു. വിജയുടെ റോളിലാണ് ഈ പടം പോയിക്കൊണ്ടിരിക്കുക എന്ന് തന്നെ പറയാം. ബാക്കി 3 മണിക്കൂർ 3 മിനിറ്റ് എന്തോ പടത്തിന് ദൈർഘ്യമുണ്ട്. അതിൻ്റെ അകത്ത് ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്. മാസ് എലമെൻറ്റ്സ് ഇല്ല. മ്യൂസിക് വൻ ശോകം. ഒരു ആൻറ്റി ടെററിസ്റ്റ് ഗ്രൂപ്പിലെ ഒരു ആളാണ് വിജയ്. അവർക്ക് കൂടെ ഉള്ളത് പ്രഭുദേവ, പ്രശാന്ത്, നമ്മുടെ മലയാളികളുടെ അജ്മൽ, അവരായിരുന്നു. അങ്ങനെയാണ് കഥ സ്റ്റാർട്ട് ചെയ്യണത്. തുടക്കത്തിലൊക്കെ ഒരു മിഷൻ ഇമ്പോസിബിൾ കാണിക്കാനായിട്ട് ഉള്ള ശ്രമം അവരുടെ നല്ല രീതിയിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. പടം തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് പടം എങ്ങടാണ് പോണേന്ന് ജസ്റ്റ് ഊഹിക്കാൻ പറ്റും. ആ രീതിയിൽ മിഷൻ ഇമ്പോസിബിൾ മേക്കിംഗ് അവർ നടത്തിയിട്ട് ഒട്ടും വർക്കായിട്ടില്ല സംഭവം. ട്രെയിൻ സീനൊക്കെ കണ്ടപ്പോഴേക്കും എനിക്ക് പണ്ട് ധൂം 2 ഹൃദിക്കിൻ്റെ അങ്ങനെ ട്രെയിനിലെ റോബറി സീൻ കാണിക്കുന്നുണ്ട്. അതൊക്കെ അന്ത കാലത്തിൽ എത്ര ഭംഗിയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇന്ന് ഇത്രയും ടെക്നോളജി വന്നിട്ടും അതൊക്കെ ഡയറക്ഷൻ്റെ ഭാഗത്തു നിന്ന് വന്ന വീഴ്ചകളാണെന്ന് പറയാൻ പറ്റും. ആ രീതിയിൽ നമ്മൾ ഇമ്പ്രസ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നീട് ഇങ്ങനെ കഥ പോയി. എല്ലാവർക്കും ട്രെയിലർ കണ്ട് എല്ലാവർക്കും അറിയാം. ഇതിനകത്ത് ചെറിയ വിജയ്, അതായത് വിജയുടെ യങ്ങർ വെർഷൻ കാണിക്കുന്നുണ്ട്. മറ്റേ AI ടെക്നോളജി ആണോ VFX ആണോ അറിയില്ല, പക്ഷെ അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. മകൻ വിജയിലാണ് പടത്തിൻ്റെ ഒരു ഫസ്റ്റ് ഹാഫ് പകുതി തൊട്ട് പടം തീരണ വരെ പോയിരുന്നത്. പുള്ളി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പം ആ CGI വർക്ക് ആണെങ്കിലും VFX എന്തായാലും പുള്ളിയുടെ ആ യങ്ങർ വെർഷൻ നല്ല അടിപൊളിയായിട്ട് കാണിച്ചിട്ടുണ്ട്. അത് നമുക്ക് കൺവിൻസ് ചെയ്യുന്ന രീതിയിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. പക്ഷേ അച്ഛൻ വിജയിലോട്ട് വരുമ്പോഴേക്കും എനിക്ക് തോന്നുന്നു 2 ക്യാരക്ടർ ഉള്ളതുകൊണ്ട് ക്ലീൻ ഷേവ് ആയിട്ടാണ് വിജയുടെ ലുക്ക്. അപ്പോൾ താടി മീശയൊക്കെ വെച്ച് പിടിപ്പിച്ചേക്കണേണ്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ലാലേട്ടനെതിരെ എല്ലാവരും പറയുന്നുണ്ടല്ലോ, പുള്ളി ഇങ്ങനെ മറ്റേ സാധനം ചെയ്ത് കഴിയുമ്പോഴേക്കും എക്സ്പ്രഷൻ പോയിന്ന്. ശരിക്കും അച്ഛൻ വിജയ് അങ്ങനെ വെപ്പ് താടിയൊക്കെ വെച്ച് വരുമ്പോഴേക്കും പുള്ളിക്ക് ഒരു എക്സ്പ്രഷൻ ഇല്ല, എക്സ്പ്രഷൻ മനസ്സിലാവുന്നില്ല. ആ രീതിയിലാണ് വിജയുടെ ഒരു ഫേസിലെ ഭാവം വരുന്നത്. നിങ്ങൾ ഈ പടം കാണാൻ പോകണമെങ്കിൽ നിങ്ങൾ ട്രെയിലർ കാണാണ്ടാണ് പോകണമെങ്കിൽ നിങ്ങൾക്ക് പടം ഓക്കെയാണ്. പക്ഷെ ട്രെയിലർ കണ്ടുപോകുന്ന ഒരു വ്യക്തിക്ക് അടുത്ത സീൻ എന്താണ്, അടുത്ത സസ്പെൻസ് എന്താണെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നമുക്ക് ഒരു ട്വിസ്റ്റോ കാര്യങ്ങളും തോന്നില്ല ട്രെയിലർ കണ്ടിട്ടാണ് പോകണമെങ്കിൽ. ആ രീതിയിലായിരുന്നു അവർ ട്രെയിലർ എടുത്ത് വെച്ചത്. ആ ട്രെയിലർ ഞാൻ കണ്ടു. എനിക്ക് ഈ പടം മൊത്തം ഇപ്പം അടുത്ത എന്താ നടക്കാൻ പോകുന്നത്, അടുത്ത സീനിൽ എന്തായാലും നടക്കാൻ പോകുന്നത്, ആ ഒരു അവരുടെ ഒരു കോസ്റ്റ്യൂം വെച്ച് തന്നെ നമുക്ക് മനസ്സിലാവും ഇനി ഈ വരുന്നത് ഈ സീനാണ്. അങ്ങനെ ഒരു ജസ്റ്റ് ഒരു ആവറേജ് അനുഭവം വരുന്നു. പാട്ടൊക്കെ ആവശ്യമില്ലാതെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പ്ലേസ് ചെയ്ത പാട്ടുകൾ പോലും അത്ര കേട്ടിരിക്കാനോ കണ്ടിരിക്കാനോ രസമുള്ള പാട്ടുകളല്ല. പിന്നെ ക്ലൈമാക്സിൽ നമ്മൾ സ്റ്റേഡിയത്തിൽ ഇന്നലെ വെങ്കട് പ്രഭു പോസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങൾ പടം കാണാൻ വരുന്നതിന് മുമ്പ് 2023 മുംബൈ ചെന്നൈ ചെപ്പോക്കിലാണ് നമ്മൾ മാച്ചാണ് എന്ന് വെച്ചാൽ അത് തന്നെയാണ് ക്ലൈമാക്സിലും വന്നേക്കുന്നത്. ആ മാച്ച് കാണേണ്ട ആവശ്യമൊന്നുമില്ല പടം കാണാനായിട്ട്. ആ മാച്ച് കണ്ടിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് പടം കാണുമ്പോഴേക്കും ഓക്കെയാണ്. പിന്നെ കുറച്ച് ക്യാമിയോ റോൾസ് ഉണ്ട് തമിഴിൽ നിന്നുള്ള ഒരു നടൻ, ഒരു നടി. പിന്നെ നമ്മുടെ മരിച്ചുപോയ വിജയകാന്തിനെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. വെച്ച് കുറച്ച് നേരമുള്ളൂ. പിന്നെ വിജയുടെ ഭയങ്കര ചെറിയൊരു വെർഷൻ കാണിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ എനിക്കൊരു കാർട്ടൂൺ, മറ്റേ നമ്മൾ കൽക്കിയിലൊക്കെ അമിതാഭ് ബച്ചനെ ഫസ്റ്റ് കാണിക്കത്തില്ലേ യങ്ങർ വെർഷൻ, അതൊരു കാർട്ടൂണിഷ് ലുക്ക് തോന്നി. ഒരു ആവറേജ് അനുഭവമാണ് എനിക്ക്
ഗോട്ടിൽ നിന്ന് തോന്നുന്നു. വിജയ് ഇങ്ങനെ നല്ലൊരു കരിയർ ബേസിലിരിക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു പടം ചെയ്യണ്ടായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ വിജയ് ഫാൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും പടം വർക്കാവും, ധൈര്യമായിട്ട് പോയി കാണാം. ഇപ്പോൾ വിജയുടെ അത്രയ്ക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാർ, ഇപ്പോൾ മാസ്റ്ററിനെയും ലിയോനും വരെയും കുറ്റം പറഞ്ഞ ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ ഈ പടം പോയി കണ്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അവർക്ക് ഈ പടം വർക്കാവില്ല. ഈ പടമൊക്കെ കാണുമ്പോഴാണ് ലോകേഷും നമ്മുടെ അതിലേക്ക് എങ്ങനെ വിജയെ പ്രസന്റ് ചെയ്യുന്നു, എങ്ങനെ ഒരു ഗൂസ് ബോംസ്, ഇതിൻ്റെ അകത്തൊന്നും എനിക്ക് അങ്ങനത്തെ ഒരു ഗൂസ് ബോംസിന്റെ മൊമെന്റ്സേ ഫീൽ ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു മാസ്റ്റർ വേഷം, ഫൈറ്റൊക്കെ ഭയങ്കര ഷേക്കാണ് ക്യാമറയിൽ, എന്തൊക്കെയോ എന്തിനു വേണ്ടി തിളക്കുന്ന സാമ്പാർ, ആ ഒരു ഫീലിലാണ് പടം പോയത്. ഇപ്പം നായികയുടെ സ്നേഹയുണ്ട്, ലൈലയുണ്ട്, അങ്ങനെ പഴയ നായികമാരെ കൊണ്ടുവന്നിട്ടുണ്ട്, ജയറാം ഉണ്ട്. ആകെ ഈ മകൻ വിജയുടെ CG വർക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വർക്ക് ആയിരുന്നത്. എന്തൊക്കെയായാലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ, ഒരു വൺ ടൈം വാച്ചബിൾ, ജസ്റ്റ് ഒരു ഫണ്ണായിട്ട് പോയി കാണണം, അത്രേ ഉള്ളൂ. നമുക്ക് വിജയുടെ പടങ്ങൾ അങ്ങനെയാണല്ലോ, എത്ര പടം മോശമാണെങ്കിൽ നമുക്ക് വിജയ് കണ്ടുകൊണ്ടിരിക്കാം എന്ന് പറഞ്ഞ മാതിരി ഒരു ജസ്റ്റ് വൺ ടൈം വാച്ച്. അപ്പോൾ പടം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. കണ്ടിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രെയിലർ കാണാതെ നിങ്ങളൊരു ഫ്രഷ് ആയിട്ട് എന്താണ് സംഭവം എന്ന് അറിയാണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെയും നിങ്ങൾക്ക് കുറച്ചും കൂടി ആസ്വാദകരമായിരിക്കും തോന്നുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ മൂവിയുടെ റിവ്യൂ. അപ്പോൾ ഇനി അടുത്ത മൂവി അല്ലെങ്കിൽ അടുത്തൊരു യാത്ര ആയിട്ടൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ.